ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, അതുപോലെ നല്ലവരായ ക്രിക്കറ്റ് പ്രേമികളെ, കളിക്കാരെ, നല്ലവരായ ചെറുക്കളത്തെ കാണികളെ, നാട്ടുകാരെ, ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് അസോസിയേഷനാണ്. ലോകത്തിലെ ഫിഫയെ വെല്ലുന്നതിനേക്കാളും വലിയ സമ്പന്നമായ ഒരു അസോസിയേഷനാണ് ക്രിക്കറ്റിലെ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പോൾ പഴയ കാലത്ത്, പണ്ട് ഞാനൊക്കെ എൻ്റെ ബാല്യകാലത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ താരമായിരുന്നു ഗവാസ്കർ പറയുമായിരുന്നു, 5 ദിവസം, അന്ന് ഈ വൺ ഡേ മാച്ചൊന്നും ഇല്ലായിരുന്നു, 5 ദിവസത്തെ ടെസ്റ്റ് മത്സരം കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം 500 രൂപയായിരുന്നു. 5 ദിവസത്തേക്ക് ഒരു വെയിലത്ത് നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം 500 രൂപയായിരുന്നു. 5 ദിവസത്തേക്ക് ദിവസം 100 രൂപ പ്രതിഫലമായിരുന്നു. പിന്നീട് വൺ ഡേ 50 ഓവർ മാച്ചിൽ കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഏത് കൊല്ലത്തില് 83 ആദ്യമായി ലോക ചാമ്പ്യന്മാരാകുമ്പോൾ അന്ന് വെസ്റ്റ് ഇൻഡീസ് മാത്രമായിരുന്നു ചാമ്പ്യന്മാരാകുന്നത്. എല്ലാ കൊല്ലവും വെസ്റ്റ് ഇൻഡീസ് മാത്രമായിരുന്നു. അപ്പൊ അന്നത്തെ വലിയ താരങ്ങളായിരുന്ന ജെഫ് തോംസന്, പിന്നെ അങ്ങനത്തെ ആൻഡി റോബർട്ട്സ്, അങ്ങനെയുള്ള വലിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ബോൾ എറിഞ്ഞാൽ അവരെ ബോൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും സ്പീഡ് എറിഞ്ഞുകൊണ്ടിരുന്ന ഫാസ്റ്റ് ബോളർമാരുണ്ടായിരുന്ന, നല്ല ബാറ്റിംഗ് നിരയുണ്ടായിരുന്ന വെസ്റ്റ് ഇൻഡീസ് മാത്രമായിരുന്നു ചാമ്പ്യന്മാരായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായിരുന്നു. പിന്നീട് ഈ കപ്പ് നേടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് ഒരു തുക, നല്ലൊരു 50,000 രൂപ എന്തോ പ്രതിഫലം ഓരോ കളിക്കാരനും കൊടുത്തു എന്ന് പറയുമ്പോൾ, കപിൽ ദേവ് ഒരു വലിയ മുതലാളിയുടെ മകനായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മറ്റ് കളിക്കാർക്ക് 50,000 രൂപ ഒരു കളിക്ക് കിട്ടുന്നു എന്നുള്ളൊരു വലിയ അത്ഭുതമായിരുന്നു അന്നുണ്ടായത്. ഇന്ന് IPL ഒരു മാച്ച് കളിച്ചാൽ കിട്ടുന്നത്, ഇപ്പൊ നമ്മുടെ സഞ്ജു സാംസങ് ഒരു 1-2 മാച്ചുകളിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കിട്ടിയത് 100 കോടിയിൽ പരം രൂപയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പുറമേ നിന്നുള്ള അഡ്വർടൈസ്മെന്റ് മറ്റും കൊണ്ട് വലിയ തുകകൾ, താരങ്ങളായാലും കിട്ടുന്ന വലിയ തുകകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയായി മാറിയിരിക്കുകയാണ് ക്രിക്കറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരും കളിക്കാരും അതിന് ഫോളോവേഴ്സും ഉള്ള കളിയാണ് ഫുട്ബോളെങ്കിലും ഇന്നും ഫിഫ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അത്രയും സമ്പന്നമായ ഒരു കമ്മിറ്റിയായി മാറാൻ സാധിച്ചില്ല. ഇപ്പോൾ സുക്കൂറെല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഉണ്ടായതാണ്. അപ്പോൾ ഒരു കളി കാണുമ്പോൾ ഇവർക്ക് 5 സ്റ്റാർ ഭക്ഷണങ്ങൾ, താമസം 5 സ്റ്റാർ ഹോട്ടലിൽ, ആ രീതിയിലാണ് ഇന്നത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഘടകങ്ങൾക്കെല്ലാം കിട്ടുന്നത്. ഞാൻ പറഞ്ഞ വലിയൊരു മാറ്റമാണ്. ചെറിയൊരു കാലയളവിൽ, 40 വർഷങ്ങളുടെ കാലയളവിലുണ്ടായ മാറ്റങ്ങൾ വലിയ രീതിയിലാണ്. ഇപ്പോൾ ശുക്കൂർ പറഞ്ഞ് ക്രിക്കറ്റ് ഗ്രൗണ്ടിന് വേണ്ടി ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ സ്ഥലം അക്വയർ ചെയ്യണമെങ്കിൽ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തന്നെ എത്രയോ പണമുണ്ട്. സ്ഥലം വാങ്ങി ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി, നല്ലൊരു സ്റ്റേഡിയം ഇപ്പോൾ അടുത്ത് നമ്മുടെ മാന്യത്ത് വലിയൊരു സ്റ്റേഡിയം എല്ലാം നിർമ്മിച്ച്, ലോക നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ ക്രിക്കറ്റ് അസോസിയേഷനോട് പറഞ്ഞാൽ ഇപ്പം ആക്കി തരാൻ പറ്റുന്ന ചെറിയൊരു കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പഞ്ചായത്ത് അക്വയർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് ഞാൻ ജയിച്ചു വന്നാൽ
സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ ചെറുക്കളയിൽ നൽകാൻ ഞാൻ എന്തായാലും മുന്നിട്ട് നിൽക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ആ രീതിയിൽ ക്രിക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് കേട നോക്കിയാലും ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങളാണ്. ചെറുക്കള പ്രീമിയർ ലീഗ്, ഓരോരോ പ്രദേശത്തിലെയും പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ് നല്ല കളിക്കാരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് നിന്ന് തന്നെ അസറുദ്ദീൻ എന്ന് പറയുന്നൊരു കളിക്കാരൻ IPL കളിക്കാൻ അവസരം കിട്ടി. മറ്റു പലരും ഉണ്ടായിരുന്നു. ജലീലിൻ്റെ മോൻ ഉണ്ടായില്ല അല്ലേ? ജലീലിൻ്റെ മോന് കർണാടക പ്രീമിയർ ലീഗിൽ കളിച്ച് കഴിവ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും അത് പലരും ഭാഗ്യം കൊണ്ടാണ് ചിലപ്പോൾ നല്ല ഇതാണ് ആദ്യത്തെ കളിയിൽ തന്നെ വലിയൊരു കളിക്കാരനാകുന്ന സാഹചര്യം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ഇന്നില്ല അവസരം അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചാൽ അത് നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. പണ്ടെല്ലാം ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഉപ്പ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് കളിക്കാൻ പോകാൻ പറ്റാത്ത, രാവിലെ പോയി വൈകുന്നേരമോളം കളിക്കണ്ടേ. അപ്പോൾ അത് കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇന്നങ്ങനെയല്ല. കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളും കളിയിലൊരു പ്രഗത്ഭനാവുകയാണെങ്കിൽ വലിയ തുക പ്രതിഫലമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കളിയെ പ്രേമിക്കുന്നവർക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു.